പൂകൾ പൂമ്പാറ്റകൾ പറവകൾ പല ജീവികൾ വാഴ്ത്തിടും തസ്ബീഹ് ചൊല്ലും നാമമേ അല്ലാഹ് ഈണമേ അല്ലാഹ് രാഗമേ അല്ലാഹ് രാഗമേ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാഹ്, എനിക്കും സുഖമാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിരിക്കണം കേട്ടോ. 6:30 ആയപ്പോഴത്തേന് അടുക്കളയിൽ വന്ന് ദോശ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയാണ് കേട്ടോ ഞാൻ ചുടുന്നത്. ഇന്ന് മക്കൾക്കും ഇക്കാക്കും നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു കറി റെഡിയാക്കണം കേട്ടോ. ഉള്ളിയും മുട്ടയും കൂടി ചേർത്തിട്ടൊരു ഉള്ളി കൂട്ടാനാണ് കേട്ടോ അതിലേക്ക് തയ്യാറാക്കുന്നത്. ദോശ ചുടുന്ന ഇടയിൽ കൂടി അതിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കലും അത് വാട്ടലെല്ലാം കൂടി നടക്കുന്നുണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളി അതിലേക്കിട്ട് ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 മുട്ട ഒഴിച്ച് ചിക്കിയെടുക്കാം. നമ്മുടെ ദോശയിലേക്കുള്ള ഉള്ളിക്കൂട്ടാൻ റെഡി കേട്ടോ. അങ്ങനെ ഗ്യാസ്മേൽ തന്നെ കുറച്ച് ചായയൊക്കെ വെച്ച് മക്കളും ചായയൊക്കെ കുടിച്ച് പോയിട്ടോ. അതിന് ശേഷം ഞാൻ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ച് അങ്ങനെ ഞാനും ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്കാണ് ചായ കുടിക്കാറ്. ഇക്കയും മോനൊക്കെ പിന്നെ നേരത്തെ പോയ കാരണം ഇക്കാക്ക് സ്കൂൾ കുട്ടികളെ ട്രിപ്പ് ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ രാവിലെ ഭയങ്കര തിരക്കൊക്കെ പോകാവും കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അരിയൊക്കെ ഇട്ട് നമ്മളെ ഷാസുമോനെ അങ്കലവാടിയിലേക്ക് പറഞ്ഞയക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ അവനെ പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയതിൻ്റെ ശേഷം അവനക്ക് ചായ കൊടുക്കാൻ പോവാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞാൻ അവനെ അങ്കലവാടിയിലാക്കിയതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ ചെയ്യാറ്. അങ്ങനെ ഷാസുമോനക്ക് ചായയൊക്കെ കൊടുത്ത് എൻ്റെ വയറൊക്കെ നിറച്ചത് വന്നപ്പോഴത്തേന് നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം അവനെ അങ്കലവാടിയിലാക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ അവനെ അങ്കലവാടിയിലാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 15 മിനിറ്റൊക്കെ നടക്കാനുണ്ട് കേട്ടോ അങ്കലവാടിക്ക്. അങ്ങനെ ഞാൻ അവനെ കൂടെ അങ്ങനെ പോയി. അവൻ്റെ അങ്കലവാടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിനോട് ചേർന്നിട്ടാണ് ഇവരെ അങ്കലവാടി. അങ്ങനെ മോനൊക്കെ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ പിന്നെ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് രാത്രി ഒരു കുടിയിരിക്കലിൻ്റെ പാർട്ടിക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഇന്ന് പിന്നെ നമ്മൾ ചിക്കനും ബീഫൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇന്ന് വീട്ടിലുണ്ടായ മുളകും മല്ലിയിലൊക്കെ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയും ഓംപ്ലേറ്റും ഉണക്കൽ പൊരിച്ചതും അയല മുളകിട്ടതും ക്യാരറ്റ് ഉപ്പേരിയും ഉണ്ട് കേട്ടോ. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മഴ ഇതങ്ങനെ പെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ റെഡിയായി. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മോനെ വിളിക്കാൻ പോകാൻ ടൈമായിട്ടോ. അങ്ങനെ മോനൊക്കെ വിളിച്ചു കൊടുന്ന് മോനക്ക് കോഫി നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബ്രൂ കോഫിയൊക്കെ ഉണ്ടാക്കി ഞാനും അവനും കൂടി ബിസ്ക്കറ്റും കൂട്ടി കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം അങ്ങനെ അവന് കളിക്കാനൊക്കെ പോയിട്ടോ. അങ്ങനെ വൈകുന്നേരം ഞാൻ അവനെ കുളിപ്പിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടിക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ അവനെ കുളിപ്പിച്ചൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഇതാ ഞങ്ങൾ പോവാണ് കേട്ടോ. ഉക്കാൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോണത്. പിന്നെ കുടിയിരിക്കൽ കഴിഞ്ഞ വീടിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കേട്ടോ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്.